മുഖ്യമന്ത്രിയുടെ പേരിൽ സിപിഐയിൽ ഭിന്നത രൂക്ഷം. PR വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കി ബിനോയ് വിശ്വം. വിവാദം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ചു. നിർവാഹക സമിതിയിലെ മറുപടി പ്രസംഗത്തിലും PR വിഷയത്തെക്കുറിച്ച് പരാമർശമില്ല. ബിനോയ് വിശ്വത്തിന്റെ നയമാറ്റത്തിൽ പാർട്ടിയിൽ കടുത്ത അതൃപ്തിയാണ്. ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, ഈ CPM-നുള്ളിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പല ഘട്ടങ്ങളിലായി. ഇപ്പോൾ ADGPയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി നിലപാട് സ്വീകരിച്ചെങ്കിലും PR വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ADGP MR അജിത്കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ച് പ്രതികരിച്ചിരുന്നത്. ഒപ്പം തന്നെ CPIയുടെ നേതൃയോഗങ്ങളും CPM-ന്റെ നേതൃയോഗങ്ങളും ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും AKG സെന്ററിൽ നേരിട്ട് പോയി കണ്ട വ്യക്തി കൂടിയായിരുന്നു ബിനോയ് വിശ്വം. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പെട്ടെന്നൊരു നിലപാട് മാറ്റത്തിലേക്ക് ബിനോയ് വിശ്വം കടന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ CPI-ക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ADGPയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിച്ച ബിനോയ് വിശ്വം ഇപ്പോൾ PR വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ വിവാദം പാർട്ടിയിൽ ഉന്നയിക്കണമെന്നും വിവാദം CPIയിൽ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം CPIയിലെ മുതിർന്ന നേതാക്കന്മാർ ഒപ്പം തന്നെ ഒരു വിഭാഗം CPIയിലെ നേതാക്കന്മാർ അടക്കമുള്ളവർ ആവശ്യമായി ഉന്നയിച്ചത് സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് വിവാദം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട എന്നൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ ബിനോയ് വിശ്വം സ്വീകരിച്ചിട്ടുള്ളത്. ചാമുണ്ണി എന്ന് പറയുന്ന പ്രവർത്തകന്റെ നേതാവിന്റെ ഒക്കെ ആവശ്യമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നിർവാഹക സമിതിയിലെ മറുപടി പ്രസംഗത്തിലും PR വിഷയം ബിനോയ് വിശ്വം പരാമർശിച്ചില്ല എന്നുള്ളത് CPI-ക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും വിമർശനത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ നയമാറ്റത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയും CPI നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് വരും ദിവസങ്ങളിൽ പോകും എന്നുള്ളതിൽ സംശയമില്ല. വലിയ രീതിയിലുള്ള ന്യായീകരണം നടത്തിക്കൊണ്ട് PR വിഷയം അല്ലെങ്കിൽ PR വിഷയം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നൊരു സാഹചര്യം. ഒപ്പം തന്നെ AKG സെന്ററിൽ മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം എന്തുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു നിലപാട് മാറ്റിയ ചോദ്യമാണ് CPI-ക്കുള്ളിൽ ഉയരുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് ADGPക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നു, അതിലേതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഇടപെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. കടുത്ത വിമർശനം ഉന്നയിച്ചെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ച ബിനോയ് വിശ്വമിനെ ADGP വിഷയത്തിലും കൺസൺ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും CPM-ന്റെ മറുപടിയിൽ അല്ലെങ്കിൽ CPM-ന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒടുവിലായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ CPI-യിലും ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നേതാക്കന്മാർ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ബിനോയ് വിശ്വത്തിനെതിരെ കടുത്ത നിലപാടും കടുത്ത വിമർശനവും ഉയരാനുള്ള സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. നേതൃയോഗങ്ങൾ CPM-ന്റെ CPI-യുടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ CPI ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല എന്നൊരു നടപടിയാണ് ഇപ്പോൾ നേതാക്കൾ ഉന്നയിക്കുന്നത്. ശരി ശാലിനി.